നമസ്കാരം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത്, എങ്ങനെയാണ് LDF തോറ്റത്, ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത അറിഞ്ഞിരിക്കേണ്ട 10 കൗതുക വാർത്തകൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രസകരമായ 10 വാർത്തകൾ. ഒന്നാമത്തേത് LDFിൻ്റെ അതിദയനീയമായ പരാജയത്തിന് തുടർച്ചയാണ്. ഈ പരാജയം LDFിനെ, പ്രത്യേകിച്ച് CPMനെ എത്തിക്കുന്നത് വലിയ പാതാളക്കുഴിയിലാണ്. CPMന്റെ ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ടെന്ന് വരാം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആകെയുള്ള 9 രാജ്യസഭാംഗങ്ങളിൽ 6 പേരും ഇടതുപക്ഷക്കാരാണ്, LDFകാരാണ്. എന്നാൽ ഈ 6 പേരും 2031 അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനഭ്രഷ്ടരാകും. രാജ്യസഭയിലേക്ക് 6 വർഷമാണ് കാലാവധി. ജോസ് കെ മാണി അടക്കം, AA റഹീം അടക്കമുള്ളവർ 30-ന് മുമ്പ് തന്നെ റിട്ടയർ ചെയ്യും. ഇതിനിടയിൽ ഒരാളെ പോലും ഇവർക്ക് രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ BJP പിന്തുണയ്ക്കണം. രാജ്യസഭയിലേക്ക് ഒരാളെ ജയിപ്പിച്ചെടുക്കണമെങ്കിൽ മിനിമം വേണ്ടത് 36 വോട്ടാണ്. എന്നാൽ LDFന് 35 വോട്ടേ ഉള്ളൂ. LDFനെ അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കണമെങ്കിൽ 3 BJPക്കാരിൽ ആരെങ്കിലും ഒരാൾ വോട്ട് ചെയ്യണം. രണ്ടാമത്തെ വിശേഷം, കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ പിന്തുണച്ചക്കാരായ ജോസ് കെ മാണിയുടെ പാർട്ടി എത്തിയിരിക്കുന്ന വംശനാശ ഭീഷണിയാണ്. ഒരു MPയും 5 MLAമാരും ഉണ്ടായിരുന്നത് കൊണ്ട് പാർട്ടി പിളർന്നപ്പോൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം കൊടുത്തത് ജോസ് കെ മാണിയുടെ വിഭാഗത്തിനായിരുന്നു. എന്നാൽ നേരം വെളുത്ത് എണീറ്റപ്പോഴേക്കും അത് തലകീഴ്മറിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ MLAമാർ പോലും ജോസ് കെ മാണിയുടെ പാർട്ടിക്കില്ല. 7 MLAമാരും ഒരു MPയും PJ ജോസഫിന്റെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ടേക്കും എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. മൂന്നാമത്തെ കൗതുകം, LDFിന്റെ ലേബലിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് 11 രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. അവരിൽ RJD ഒഴികെ എല്ലാ പാർട്ടിക്കും പാതി ടേം വീതം മന്ത്രിസ്ഥാനവും കൊടുത്തു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 3 പാർട്ടിക്ക് മാത്രമേ പ്രാതിനിധ്യമുള്ളൂ. CPMനും CPIക്കും RJDക്കും. കഴിഞ്ഞ തവണ ജയിച്ചിട്ടും മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്ന RJD കുറിയും ഒരു സീറ്റ് നേടി, കൂത്തുപറമ്പ്. എന്നാൽ കേരള കോൺഗ്രസ് മാണിയും ബാലകൃഷ്ണപിള്ളയും NCPയും മാത്യു ടി തോമസിന്റെയും കൃഷ്ണൻകുട്ടിയുടെയും പാർട്ടിയും അടക്കം ബാക്കി എല്ലാ പാർട്ടികളും ഒലിച്ചു പോയിരിക്കുന്നു. അവർക്കാർക്കും ഒരു സീറ്റ് പോലും ഈ തെരഞ്ഞെടുപ്പിലില്ല. അഞ്ചാമത്തെ വിശേഷം ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയുമാണ്. കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന MLA ആയി മലപ്പുറത്ത് മത്സരിച്ച PK കുഞ്ഞാലിക്കുട്ടി മാറിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,327 വോട്ടാണ്. കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ ജയിച്ച ശൈലജ ടീച്ചറായിരുന്നു ഈ റെക്കോർഡ് ഒടുവിൽ പുതുക്കിയത്. ശൈലജ ടീച്ചർ മട്ടന്നൂർ നേടിയ 60,963 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പഴങ്കഥയാക്കിയത്. ഇത്തവണ 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം 9 UDF സ്ഥാനാർത്ഥികൾ നേടി. കേരള ചരിത്രത്തിൽ ആദ്യമാണത്. 63,387 വോട്ടോടെ തിരൂരങ്ങാടിയിൽ PMA സമീർ, 62,638 വോട്ട് നേടിയ ആബിദ് ഹുസൈൻ തങ്ങൾ കോട്ടയ്ക്കൽ, 57,887 വോട്ട് നേടിയ AM റഹ്മത്തുള്ള മഞ്ചേരി, 56,017 വോട്ട് നേടിയ TP അഷ്റഫ് അലി കൊണ്ടോട്ടി. ഈ 4 പേരും ലീഗുകാരാണ്. അഞ്ചാമൻ 54,851 വോട്ട് നേടിയ ആര്യാടൻ ഷൗക്കത്ത്, 52,907 വോട്ട് നേടിയ ചാണ്ടിയുമ്മൻ, 51,289 വോട്ട് നേടിയ വള്ളിക്കുന്നിലെ TV എബ്രാഹിം, 50,211 വോട്ട് നേടിയ തൃക്കാക്കരയിലെ ഉമാ തോമസ്. ഇത്രയും പേരാണ് 50,000-ൽ അധികം വോട്ടിന് ഭൂരിപക്ഷം നേടിയത്. 2,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ചവർ ഇവരൊക്കെയാണ്. C രവീന്ദ്രനാഥ് 126, മണലൂര് 349, KV സുമേഷ് അഴീക്കോട്, 428 V മുരളീധരൻ കഴക്കൂട്ടം, 1012 KN ബാലഗോപാൽ കൊട്ടാരക്കര, 1286 PK പ്രവീൺ കൂത്തുപറമ്പ്, 1360 K ബിനിമോൻ വൈക്കം, 1422 രമ്യ ഹരിദാസ് ചിറയൻകീഴ്, 1483 K ജയന്ത് കോഴിക്കോട് നോർത്ത്, 1538 KU ജനീഷ് കുമാർ കോന്നി, 1998 NK അക്ബർ ഗുരുവായൂർ. ആറാമത്തെ കൗതുക വാർത്ത, മത്സരിച്ച 19 മന്ത്രിമാരിൽ 13 പേരും തോറ്റു എന്നതാണ്. ശിവൻകുട്ടി, VN വാസവൻ, ബിന്ദു, വീണ ജോർജ്, P രാജീവ്, ചിഞ്ചു റാണി, അബ്ദുൾ റഹ്മാൻ, റോഷി അഗസ്റ്റിൻ, ഗണേഷ് കുമാർ, കടന്നപ്പള്ളി ശശീന്ദ്രൻ, ഈ 13 മന്ത്രിമാരും തോറ്റുപോയി. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം മന്ത്രിമാർ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്. KT ജലീലും TP രാമകൃഷ്ണനും അടക്കം മുൻ മന്ത്രിമാരും തോറ്റവരിൽ ഏറെയുണ്ട്. അടുത്ത കൗതുക വാർത്ത, ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു വീട്ടിൽ MPയും MLAയും ഉണ്ടായി എന്നതാണ്. പാലക്കാട് VK ശ്രീകണ്ഠന്റെ ഭാര്യയാണ് കോങ്ങാട് സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച KA തുളസി. എട്ടാമത്തെ കൗതുക വാർത്ത, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കേരളത്തിൽ 1 കോടിയിലധികം വോട്ട് കിട്ടുന്നത് ആദ്യമായാണ്. അത് കോൺഗ്രസ് പാർട്ടിക്കാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിക്കോ CPMനോ ഒന്നും അത്രയധികം വോട്ട് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് കുറി കിട്ടിയത് 1,50,00,000
54,500 വോട്ടാണ്. കഴിഞ്ഞ തവണ CPM 94,34,513 വോട്ട് മാത്രമാണ് നേടിയത്. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം സീറ്റ് കിട്ടിയതും ഇക്കുറിയാണ്. 1960 കോൺഗ്രസ് പാർട്ടിക്ക് 63 സീറ്റ് കിട്ടിയിരുന്നു. 2001 62 കിട്ടിയത്. എന്നാൽ കഴക്കൂട്ടത്ത് വിമതനായി മത്സരിച്ച് ജയിച്ച വാഹിദ് കൂടി ചേർന്നത് 63 ആ 63 ഇക്കുറി ആവർത്തിച്ചത്. എന്നാൽ കോൺഗ്രസ് സ്വതന്ത്രരായാണ് ജി സുധാകരനും TK ഗോവിന്ദനും മത്സരിച്ചത്. രണ്ടുപേരെ കൂടി കൂട്ടിയാൽ 65 എന്ന റെക്കോർഡ് സ്ഥാപിക്കപ്പെടുന്നു. 9ാമത്തെ കൗതുക വാർത്ത, ഏത് വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഉണ്ടായാലും മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രീതി അങ്ങേയറ്റം പിടിച്ചു പറ്റിയാൽ തോൽക്കില്ല എന്നതിന്റെ ഉദാഹരണമായി 2 നേതാക്കളെ ചൂണ്ടിക്കാണിക്കാനാണ്. ആദ്യത്തെ ആൾ ഒല്ലൂരിലെ മന്ത്രി കൂടിയായ CPI നേതാവ് രാജനാണ്. ഈ ഒല്ലൂരിന്റെ പ്രത്യേകത, ആരാണോ ഭരിക്കുന്നത് അവർക്കൊപ്പമായിരിക്കും ഒല്ലൂരിലെ ജനവിധി. ആ ചരിത്രമാണ് രാജൻ തിരുത്തി എഴുതിയത്. കൊടുങ്കാറ്റ് ആഞ്ഞു വീശി UDF എല്ലായിടത്തും ജയിച്ചിട്ടും രാജന്റെ ജനപ്രീതിക്ക് മുമ്പിൽ ആ കോട്ട വീണില്ല. മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ മത്സരിച്ച CK ഹരീന്ദ്രനാണ്. അവിടെ UDFും LDFും മാറി മാറി ജയിക്കുന്ന മണ്ഡലമാണ്. എന്നിട്ടും ജനപ്രീതി കൊണ്ട് CK ഹരീന്ദ്രൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഒരിക്കലും പാറശാല കൈമോശം വന്നിട്ടില്ല. ഇക്കുറിയും ഏതാണ്ട് 15,000-ഓളം വോട്ടുകൾക്കാണ് പാറശാലയിൽ ഹരീന്ദ്രൻ ജയിച്ചത്. 10ാമത്തെ വിശേഷം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വർഗീയമായി വോട്ട് ചേരിതിരിഞ്ഞ് നടക്കുന്ന ഈ കാലത്തും കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ മഹാത്ഭുതം സംഭവിച്ചു. യഥാർത്ഥ കേരള സ്റ്റോറിയെ ഓർമ്മിപ്പിക്കുന്ന 2 അത്ഭുതങ്ങൾ. ആദ്യത്തേത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ്. അവിടെയുള്ള എല്ലാ വോട്ടർമാരും ഒന്നുകിൽ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ്. എന്നാൽ തവനൂരിൽ മത്സരിച്ചതും ജയിച്ചതും ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികൾക്ക് വിരലിൽ എണ്ണാൻ മാത്രം വോട്ടുള്ള തവനൂരിൽ ജയിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതേതരത്വം. അതുപോലെ തന്നെയാണ് എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ ലത്തീൻ കത്തോലിക്കനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാറില്ല. ക്രൈസ്തവർ മാത്രം മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം. അവിടെയാണ് മുസ്ലിം സ്ഥാനാർത്ഥിയായ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്നതും ജയിക്കുന്നതും. ഈ 2 മണ്ഡലത്തിലും വിജയം യഥാർത്ഥ കേരള സ്റ്റോറിയായി ചരിത്രം അടയാളപ്പെടുത്തും.